മലങ്കര ഓർത്തഡോക്സ് സഭയിലെ പ്രഗത്ഭനായ വൈദികനാണ് വർഗീസ് വാലായിൽ അച്ഛൻ. ദീർഘകാലം മദ്രാസ് ഭദ്രാസനത്തിൽ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ച് ഇപ്പോൾ തൃശ്ശൂർ വിശ്രമ ജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ട അഭിവന്ദനായ വർഗീസ് വാലായിൽ അച്ഛൻ ഇപ്പോൾ പൗരോഹിത്യ സുവർണ ജൂബിലി നിറവിലാണ്. ആരാധ്യനായ വർഗീസ് വാലായിൽ അച്ഛനെ ഞാൻ പരിചയപ്പെടുന്നത് 1991 മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുവാൻ ചെന്ന അവസരത്തിലാണ്. അന്ന് മുതലുള്ള ആത്മബന്ധം, സൗഹൃദം, സ്നേഹം, വാത്സല്യം ഇന്നും തുടരുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. 3 പ്രധാന കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ ബഹുമാന്യനായ ആരാധ്യനായ അച്ഛനെക്കുറിച്ച് ഓർമ്മയിൽ എത്തിച്ചേരുന്നത്. ഒന്നാമത്, സഭയുടെ ഉത്തമ കാര്യസ്ഥനായ ഇടയനായിരുന്നു. സഭയുടെ ഉത്തമനായ കാര്യസ്ഥനായ ഇടയൻ ഭദ്രാസന സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം സ്തുത്യർഹമായ സേവനം മദ്രാസിൽ അനുഷ്ഠിക്കുകയുണ്ടായി. 5 വർഷം തൻ്റെ ഭരണകാലഘട്ടം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ എല്ലാവിധമായ ആവശ്യങ്ങളിലും കൂടെ നിന്ന് ഭദ്രാസനത്തെ കൈപിടിച്ചുയർത്തി എന്നത് കാണുമ്പോൾ കേൾക്കുമ്പോൾ അഭിമാന നിമിഷമാണ്. സ്വാന്തനം പകരുന്ന, വളരെ എളിയ ജീവിതം പ്രകടമാക്കുന്ന, വളരെ ഹൃദ്യമായി മറ്റുള്ളവരോട് ഇടപെടുന്ന അച്ഛൻ്റെ ഭരണ നേതൃത്വവും ഭരണ സാന്നിധ്യവും നമുക്കൊരിക്കലും മറക്കുവാനായിട്ട് കഴിയുകയില്ല. മദ്രാസിൽ അദ്ദേഹം സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുകയുണ്ടായി. മദ്രാസിലെ എല്ലാ പള്ളികളിലും അദ്ദേഹം സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുകയും മലേഷ്യയിൽ പ്രവർത്തിക്കുകയും ചെയ്തു. ഓരോ ഇടവകയുടെയും വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും അഭ്യുന്നതിക്കും അദ്ദേഹം നടത്തിയ സേവനം ഒരിക്കലും വിസ്മരിക്കുവാനായിട്ട് കഴിയുകയില്ല. രണ്ടാമതായി ആരാധ്യനായ അച്ഛനിൽ ഞാൻ കാണുന്നത് സഭയുടെ പൈതൃകവും വിശ്വാസവും സാക്ഷിക്കുന്ന ഇടയനാണ്. സഭയുടെ വിശ്വാസവും പൈതൃകവും സാക്ഷിക്കുന്ന ഇടയൻ. അദ്ദേഹം 19ാമത്തെ വയസ്സിൽ ഷമ്മാസനായി. ഉടൻ തന്നെ സഭയുടെ വിശ്വാസവും പാരമ്പര്യവും പൈതൃകവും ഒക്കെ പഠിപ്പിക്കുന്ന അഭിനന്ദനായ യൂഹാനോൻ മാർ സേവ്യറിയൂസ് തിരുമേനിയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുകയുണ്ടായി. അതിൽ നിന്നും അദ്ദേഹം പാഠങ്ങൾ പഠിച്ചു. ആരാധനയെക്കുറിച്ചും പൈതൃകത്വത്തെക്കുറിച്ചുമൊക്കെ അദ്ദേഹം ഉൾക്കൊണ്ടു. അഭിമന്യ സേവ്യറിയൂസ് തിരുമേനിയോടൊപ്പമുള്ള ജീവിതവും യാത്രയും ഒക്കെ ആ ബാല്യകാലത്ത് സഭാവിശ്വാസം പഠിക്കുന്നതിനും ആരാധനയുടെ ഹൃദ്യത ഉൾക്കൊള്ളുന്നതിനും വന്യനായ അച്ഛന് കഴിഞ്ഞു എന്നുള്ളത്. പിന്നീട് അദ്ദേഹം സെക്രട്ടറിയായിട്ട് നിയമിതനായത് ചെന്നൈ ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനായിരുന്ന അഭിവന്ദനീയ സക്കറിയാസ് മാർ ദീവന്നാസ്യൂസ് തിരുമേനിയുടെ സെക്രട്ടറി ആയിട്ടാണ്. ഏകദേശം 20 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് സ്തുത്യർഹമായി പ്രവർത്തിക്കുകയുണ്ടായി. തിരുമേനിക്ക് വേണ്ടുന്ന ആവശ്യമായ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നത് മാത്രമല്ല, വളരെ പ്രാർത്ഥനാപുരുഷനായ ദീവന്നാസ്യൂസ് തിരുമേനിയോടൊപ്പം തൻ്റെ ജീവിതവും യാത്രയും ക്രമീകരിച്ചത് നന്നായി ഞാൻ ഓർക്കുകയാണ്. മൂന്നാമതായി അഭിവന്ദനായ വർഗീസ് വാലായിൽ അച്ഛനെക്കുറിച്ച് ഓർക്കുന്നത് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഇടയൻ എന്ന നിലയിലാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. സാമൂഹികമായ പ്രതിബദ്ധത ഇടയ ശുശ്രൂഷയിൽ വളരെ ആവശ്യമാണ്. ആവശ്യങ്ങളിൽ ജനങ്ങളോടൊപ്പം കൂടെയിരിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയുന്നതാണ് പ്രതിബദ്ധതയുടെ അടയാളം. സമൂഹത്തോടും സഭയോടും ദൈവത്തോടുമുള്ള പ്രതിബദ്ധത അദ്ദേഹം നിറവേറ്റുകയുണ്ടായി. പ്രത്യേകിച്ച് മദ്രാസ് മെഡിക്കൽ മിഷൻ ആരംഭിച്ച കാലഘട്ടത്തിൽ ആ പ്രസ്ഥാനത്തോട് കൂടെ നിന്ന് അനേക ആളുകൾക്ക് പ്രയോജനം ലഭിക്കത്തക്ക രീതിയിൽ വന്യനായ വാലായിൽ അച്ഛൻ അതിന് നേതൃത്വം നൽകി എന്നത് നന്ദിയോടെ ഓർക്കുകയാണ്. മദ്രാസ് മെഡിക്കൽ മിഷൻ്റെ കല്ലടിയിൽ കർമ്മത്തിൽ അദ്ദേഹമാണ് നേതൃത്വം നൽകിയത്. അന്നൊരു ഷമ്മാസനായി ആ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ എനിക്കും അവസരം നൽകുകയുണ്ടായി. ദൈവം കുടുംബമായിട്ട് അനുഗ്രഹിച്ചു. 2 മക്കളെ നൽകി, മരുമക്കളെ നൽകി, കൊച്ചുമക്കളെ നൽകി.
ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചു. അനേക ആളുകളുള്ള ബന്ധു സൗഹൃദവും അദ്ദേഹം ഇന്നും നിലനിർത്തുന്നു. ഇന്ന് ജീവിതത്തിൻ്റെ ഒരു നിമിഷമാണ്. പൗരോഹിത്യ സുവർണ ജൂബിലി നിറവിലാണ്. 50 വർഷം പൗരോഹിത്യത്തിൻ്റെ പടികൾ അദ്ദേഹം ചവിട്ടിക്കയറി. ഷമ്മാശനായി, വൈദികനായി, ഭദ്രാസന സെക്രട്ടറിയായി, വിവിധ ഇടവകളിൽ വികാരിയായി, പ്രത്യേകിച്ച് സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമായി, ഭദ്രാസന സെക്രട്ടറി എന്ന നിലയിൽ സഭയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമായി അദ്ദേഹം പ്രവർത്തിച്ചു. അങ്ങനെ ദൈവത്തോടും സഭയോടും സമൂഹത്തോടും വിശ്വാസികളോടും പ്രതിബദ്ധത പുലർത്തി ഉത്തമ കാര്യവിചാരകനായ ഒരു അഭിവന്ദ്യനായ വൈദികനാണ് വർഗീസ് വാലായിൽ അച്ഛൻ. തൃശ്ശൂരിൽ ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുന്ന പൗരോഹിത്യ സുവർണ ജൂബിലി നിറവിലായ അഭിവന്ദ്യനായ വർഗീസ് വാലായിൽ അച്ഛന് എല്ലാവിധമായ സ്നേഹ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. ജഗദീശ്വരൻ എല്ലാ കൃപകളും അനവരതം ചൊരിഞ്ഞു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രശാന്തമായ ജീവിതത്താൽ അദ്ദേഹത്തെ ധന്യമാക്കട്ടെ. പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് എല്ലാവിധമായ മംഗളങ്ങളും നന്മകളും നേരുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.